ആദരണീയരായ കർത്തൃദാസന്മാർ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ അല്പം നേരത്തെ വന്നു എങ്കിൽ എനിക്ക് ഈ മീറ്റിങ്ങിന് ലേറ്റായിട്ട് പോകുന്നത് ഇഷ്ടമല്ല. എങ്കിലും മനുഷ്യനാണ്, ലേറ്റാകാൻ സാധ്യതയുണ്ട്. എങ്കിലും ലേറ്റാകാതെ എവിടെയും ചെല്ലണമെന്നൊരാഗ്രഹം എൻ്റെ ഉള്ളത്തിലുണ്ട്. ഇന്നും അങ്ങനെ ഞാൻ വന്നു. അപ്പോഴാണ് നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന, ഞങ്ങളൊക്കെ സ്നേഹത്തോടെ സ്വിമ്മിങ് പൂളിലെ ജോർഡിച്ചാൻ എന്ന് വിളിക്കുന്ന പാസ്റ്റർ KM ജോർജ്, അദ്ദേഹം ഇപ്പോൾ പാർക്കുന്നത് അമേരിക്കയിലാണ്. അദ്ദേഹം വന്നു എന്നറിഞ്ഞു. അദ്ദേഹത്തെ കാണുവാൻ അവിടേക്ക് പോയി. ഗേറ്റ് എന്തായാലും തുറന്നു കിടന്നു. അതുകൊണ്ട് അല്പസമയം കാണുവാനും പഴയ കാലങ്ങളൊക്കെ ഒന്നുകൂടെ ഓർക്കുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ കർത്താവ് ഒരു അവസരങ്ങളൊരുക്കി. ദൈവവചനം പറയുന്നത് അങ്ങനെ, നിങ്ങളെ നടത്തിയവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഓർത്തുകൊള്ളിടം മറക്കരുത്. നമ്മൾ ചെയ്യുന്നതും അതാ. നമ്മളെ നടത്തിയവരെയൊക്കെ നമ്മളങ്ങ് മറക്കും. പ്രസൻ്റായിട്ട് നമ്മളങ്ങ് പോകും. PMG ചർച്ചിൻ്റെ ആരംഭത്തിലുണ്ടായിരുന്നവർ വിരളയിലുണ്ടാവുന്നവർ മാത്രമേ ഇപ്പം കേരളത്തിലുള്ളൂ. അതിൻ്റെ ഒന്നാമത്തെ പ്രാർത്ഥന തൊട്ട് കൃപയാൽ എനിക്ക് അറ്റൻഡ് ചെയ്യുവാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കി തന്നു. ഇന്നത്തെ PMG അല്ലായിരുന്നു പണ്ടത്തെ PMG ഗ്രൂപ്പ്. ഇതിൻ്റെ ആരംഭം KM ജോർജ് സാറ് റെൻറ്റിന് താമസിക്കുന്ന PMGയിൽ വികാസ് ഭവനോട് ചേർന്നൊരു ലൈനുണ്ട്. അവിടെ ഒരു റെൻറ്റഡ് ഹൗസിലായിരുന്നു ആദ്യത്തെ പ്രാർത്ഥന ആരംഭിച്ചത്. അന്നെല്ലാവരും അവരൊക്കെ സമുദായസ്ഥരാണ്. ഞാൻ നേരത്തെ വിശ്വാസത്തിൽ വന്നവരൊക്കെ സമുദായസ്ഥരായിരുന്നു. ആ പ്രാർത്ഥന എല്ലാ ദിവസവും ആയി മാറി. എല്ലാ ഓഫീസിൽ പോവുക, തിരിച്ച് നേരെ ജോർജാൻ്റെ വീട്ടിൽ വരിക, പ്രാർത്ഥന. ഇന്നത്തെ പോലെ തട്ടുകടയൊന്നുമില്ല. അന്നുള്ള ഹോട്ടലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ ഉച്ചക്കലത്തെ ചോറ് വൈകിട്ട് വല്ലോ ഇച്ചിരി കൊടുക്കുന്ന 8 മണിയാകുമ്പോൾ ഹോട്ടലൊക്കെ അടയ്ക്കും. ആ കാലഘട്ടത്തിൽ രാത്രി ഞങ്ങൾ ഒരു ഭക്ഷണവും കഴിക്കാറില്ല. കാരണം പ്രാർത്ഥന തീരും. ആദ്യത്തെ സെഷൻ 9 മണി, രണ്ടാമതൊരു സെഷൻ കൂടിയുണ്ട് 12 മണിയാകും തീരുമ്പോൾ. 9:30-10 മണിയാകുമ്പോഴത്തേക്ക്, ഇന്നത്തെ KSRTC അല്ല, ഒരാൾ കയറിക്കഴിഞ്ഞാൽ വണ്ടി സ്റ്റോപ്പിൽ നിർത്തത്തില്ല. ഒന്നേ അപ്പുറത്തോ ഇപ്പുറത്തോ നിർത്തും. നമ്മൾ ഓടി അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് ബസ് അങ്ങ് വിട്ടുപോകും. ഓട്ടോ ഇല്ല, സ്കൂട്ടറില്ല, മോട്ടോർ സൈക്കിളില്ല. അന്നൊരു സൈക്കിളുള്ളവൻ വലിയ ആളാണ്. ആ കാലഘട്ടമാണ്. അന്ന് ഇതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. രാത്രി 12 മണി കഴിഞ്ഞ് മിക്കവാറും നടന്നാ പോക്ക്. അന്നൊക്കെ ഞങ്ങൾ താമസിക്കുന്ന കേശവസ്വരത്താണ്, ലോഡ്ജിലാണ്, ബാച്ചിലേഴ്സാണ്. അവിടെ ചെന്ന് കിടക്കും. രാവിലെ എണ്ണിക്ക് ഓഫീസിൽ പോവും. പിറ്റേ ദിവസവും ഇത് ആവർത്തിക്കും. ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പകർച്ച ആ നാളുകളിൽ അനുഭവിച്ചറിയുവാനിടയായി തീർന്നു. ഇന്നത്തെ കൈയടിയല്ല. ഇന്ന് നമ്മൾ കൈയടിക്കുന്നത് ഇങ്ങനെ അടിക്കുന്നേ. അന്ന് കൈയടിച്ച് കൈയെല്ലാം നീളത്തെ കീറിയിട്ടുണ്ട്. എങ്കിലും കൈയടി നിർത്തത്തില്ല. ഞാൻ തമാശ പറയല്ല, അനുഭവമാണ് പറയുന്നത്. ഒരു സെഷൻ പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്ക് വേർത്ത്, അന്നൊരു പ്രത്യേകതരം പായുണ്ട്. ഈ മെത്തപ്പ എന്ന് പറയുന്നത് 2 ലെയറാണ് അതിനുള്ളത്. അടിയിൽ വീതി കൂടിയ, പുറത്ത് വീതി കൂടിയ തഴയിട്ട്, അതിൽ ചെറിയ തഴ അകത്ത്, അങ്ങനെ 2 ലെയറാണ് മെത്തപ്പ എന്നാണ് പറയുന്നത്. ആ മെത്തപ്പയൊക്കെ ഇരിക്കുന്നിടം വെള്ളം വേർപ്പ് വീണ് പട്ടുപോകും. ഈ ജോർജ്, അദ്ദേഹം ISRL ഒരു എഞ്ചിനീയറായിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ എണ്ണിച്ച് ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ആ പാകളെല്ലാം ഉണക്കാൻ വെളിയിലിട്ടിട്ടാണ് പോകുന്നത്. പിന്നെ അമ്മാമ്മ എടുത്തു വെച്ചോളും. ഞാൻ പറഞ്ഞ അത്ര കഷ്ടം സഹിച്ചതാ. എല്ലാ ദിവസവും പ്രാർത്ഥന 12 മണിയായിരുന്നു. ഓർത്ത് നോക്കിയാൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ അത് ഹനിക്കത്തില്ലേ? അന്ന് ഇതൊന്നും ഒരു വിഷയമല്ലായിരുന്നു. എന്തിനാ ഇതെല്ലാം ചെയ്തത്? ഒരു കൂട്ടം ജനമൊരുക്കപ്പെട്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ. അത് അദ്ദേഹത്തെ കാണുവാൻ പറ്റിയതിൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷമായി ഞാൻ കരുതുന്നു. സ്തോത്രം. ഞങ്ങളെ
ആ കാലഘട്ടത്തിലൊക്കെ സഭയായി മാറ്റപ്പെട്ടതിന് ശേഷം ഞങ്ങൾ എല്ലാ ദിവസവും അന്ന് ISROയിൽ ബസ്സിൻ്റെ ദൗർലഭ്യം കൊണ്ട് 2 ജനറൽ ഷിഫ്റ്റുണ്ട്. റൗണ്ട് ദ ക്ലോക്ക് ഷിഫ്റ്റുണ്ട്, അത് ചില സെഷൻ. ബാക്കി ജനറൽ ഷിഫ്റ്റ് 2 ഷിഫ്റ്റാവും. ഒന്ന് 8 മണി 4, അടുത്തത് 8:45 5:15. ഞങ്ങൾ രാവിലത്തെ ഷിഫ്റ്റിന് പോയി. ജോർച്ചാനും ഞങ്ങളൊക്കെ രാവിലത്തെ ഷിഫ്റ്റിന് പോയി 4 മണിക്ക് വന്നിട്ട് എവിടെയെങ്കിലും ബസ്സിൽ എവിടെയെങ്കിലും ഇറങ്ങി അവിടെയുള്ള ഭവനങ്ങളൊക്കെ സന്ദർശിച്ച ആ നല്ല സമയങ്ങളൊക്കെ ഓർക്കുന്നു. അതൊന്നും പ്രതാപല്ല. സ്തോത്രം. അദ്ദേഹത്തോടു കൂടി ആ യാത്രകളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ സന്തോഷിക്കുന്നതും എനിക്ക് ഇഷ്ടമുള്ളതും പേഴ്സണൽ ഇവാഞ്ചലിസമാണ്. അഭിമുഖമായി നിന്ന് കർത്താവിനെ സാക്ഷിക്കുന്നത് എത്ര എഫക്റ്റാണെന്നറിയാമോ? മറ്റേത് ശുശ്രൂഷയെക്കാട്ടിലും വളരെ അനുഗ്രഹം. അതൊക്കെ അദ്ദേഹത്തിൽ നിന്നാ പഠിക്കുവാൻ. അദ്ദേഹത്തോട് കൂടെ ഞങ്ങൾ പറഞ്ഞത് ഭവനങ്ങൾ സന്ദർശിക്കുക, ഭവനത്തിൽ ചെന്നാൽ എങ്ങനെയായിരിക്കും, എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടത്, എല്ലാം അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുവാൻ ആ കാലഘട്ടങ്ങളിൽ ഇടയാക്കി തീർത്തു. ഞാൻ പറഞ്ഞത് പഴയ കാര്യങ്ങളൊക്കെ വല്ലപ്പോൾ ഇതൊക്കെ നമ്മളിത് കേൾക്കണ്ടേ? അല്ലെങ്കിൽ ആരും പറയാനാ ഞങ്ങളെപ്പോലെ ആൾക്കാരില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് സ്തോത്രം. അതുകൊണ്ട് ഒരുക്കപ്പെട്ട ഒരു തലമുറ കർത്താവിനെ സേവിപ്പാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഒരുക്കപ്പെട്ടത് മറക്കരുത്. ഒരുക്കപ്പെട്ട ഒരു തലമുറ. അവരിൽ കൂടി അനേകർ വിടിവെക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വീട് കോന്നിയ. സ്തോത്രം. ഞാൻ ദൈവകൃപയിൽ വന്നത് കൊണ്ട് എൻ്റെ അപ്പായും അമ്മായും എൻ്റെ സഹോദരങ്ങളും ആ ദേശത്ത് മനോഹരമായ ഒരു ആരാധനയുണ്ട്. അതൊക്കെ ഇവിടെ പറയാൻ തുടങ്ങിയ അനുഭവങ്ങളാണ്. നമുക്ക് സമയങ്ങളൊന്നും പോരാ. സ്തോത്രം. അതൊക്കെ ഓർക്കുവാൻ ഞാൻ ഈ പറഞ്ഞത്. ഒത്തിരി കഷ്ടം സഹിച്ച കർത്തൃദാസന്മാർ അവരൊക്കെ. ഒന്ന് ഓർത്തു നോക്കി, 10-50 പേര് അല്ലെങ്കിൽ 75-100 പേരൊരു മീറ്റിങ്ങിന് വന്ന് അവർക്ക് ഓരോ പാത്രം ചായ വെള്ളം എടുക്കണേ പാടുവല്ലോ ഉണ്ടോ? ഇന്നത്തെ പോലെ ഗ്യാസൊന്നും ഇല്ല. അടുപ്പേൽ ഊരി അനത്തുക എന്ന് പറയും, വിറക് വെച്ച്. മഴക്കാലമായെങ്കിൽ ആ കാലഘട്ടം ഒന്ന് ഓർത്ത് നോക്കിക്കേ. രാത്രിയിലെ സെഷൻ കഴിയുമ്പോൾ, ഫസ്റ്റ് സെഷൻ കഴിയുമ്പോൾ ഓരോ ഗ്ലാസ് ചായ. ഇതൊക്കെ അമ്മാമ്മ എത്ര. അതുപോലെ തന്നെ മിക്കവാറും ദിവസങ്ങളിൽ ഗസ്റ്റ് മാസ്റ്റേഴ്സിനെ വിളിക്കും. അന്ന് ഹോട്ടൽസ് ഒന്നുമില്ല. ഇന്ന് കർത്തദാസന്മാരൊക്കെ ഹോട്ടലിൽ പറയും, ഹോട്ടലിൽ നിന്ന് കൊണ്ട് കർത്തദാസന്മാർക്ക് ഈ ഗസ്റ്റിന് കൊടുക്കും. കർത്തദാസന്മാർക്ക് ബന്ധപ്പാടൊന്നുമില്ല. അന്ന് ഈ ഫെസിലിറ്റി ഒന്നുമില്ല, ഉണ്ടാക്കിയൊക്കത്തുള്ളൂ. ആ അമ്മാമ്മയൊക്കെ എത്ര ആഹാരം, എത്ര കർത്തദാസന്മാരെ പോഷിപ്പിച്ചതാ. അതൊക്കെ നമ്മൾ പലപ്പോഴും അതൊക്കെ മറന്നു പോകുമെങ്കിലും കർത്താവിന് വേണ്ടി അവർ ചെയ്ത ആ ത്യാഗങ്ങൾ എത്ര വലിയതാ. സ്തോത്രം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് കർത്തൃസന്നിധിയിലായിരിക്കുന്നത്. അത് ക്രമീകരിച്ച കർത്തൃദാസന്മാർക്ക് ആലോചന പറഞ്ഞു കൊടുത്ത വലിയവനായ ദൈവം എല്ലാവർക്കും നന്ദി. സ്തോത്രം. നമുക്ക് പല ഉദ്ദേശങ്ങളാണ് നമ്മുടെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ. അതിൽ ഒന്നാണ് ഇടിവുകളെ കണ്ട് പണിതെടുക്കണം. 2, നമ്മൾ അറിഞ്ഞോ അറിയാതോ ഈ ലോകത്തിന്, ഈ ഭൂമിക്ക് ഗുരുത്വാകർഷണം ഉള്ളതുപോലെ ഒരു പന്ത് അല്ലെങ്കിൽ ഒരു കല്ല് എത്ര ഫോഴ്സിൽ നമ്മൾ മേളിലോട്ട് ഉയർത്തുമോ അത് കഴിയുമ്പം ആകർഷിച്ച് അതിൻ്റെ വലയത്തെ ഭേദിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഒക്കെ അറിയാമല്ലോ. അവിടേക്ക് വലിയ സ്പേസ് സ്റ്റേഷനൊക്കെ തീർത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് സ്തോത്രം ഭയങ്കര ആകർഷണമാണ്. അതുപോലെ നമ്മൾ ലോകത്തിൽ നിന്ന് വേർപെട്ടവരാ, ദൈവ മക്കളായി നാം തീർന്നു. എങ്കിലും ഈ ലോകത്തിൻ്റെ പിടി ഭയങ്കരമാണ്. അതിനെ ഭേദിച്ച സ്തോത്രം ഒരു ദൈവ പൈതൽ മുന്നോട്ട് യാത്ര ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാമല്ലോ സ്തോത്രം. പ്ലെയിൻ പോകുന്നത് എന്താ അതിൻ്റെ തത്വം? ഈ സ്തോത്രം അത് എത്ര ടൺ ഭാരമാണ്. അതിൻ്റെ അവിടെ ഒരു ഇഞ്ചിനുണ്ടല്ലോ,
ആ 1 ഇഞ്ചിന് 9 ടൺ ഭാരമാണ്. അന്നേരം അത് തന്നെ 18 ടണ്ണാ, 2 ഇഞ്ചിൻ്റെ 18 ടൺ. പിന്നെ അതിൻ്റെ ഇന്ധനം, അത് കഴിഞ്ഞിട്ട് ലഗേജ്, ആൾക്കാർ, എത്ര ടൺ സാധനമാണ് ഈ ശൂന്യാകാശത്തിൽ കൂടി പോകുന്നത്. എങ്ങനെയാ പോകുന്നത്? ഈ 2 ഇഞ്ചിൻ എയറിനെ സക്ക് ചെയ്തെടുക്കുകയാ. സക്ക് ചെയ്തെടുത്തിട്ട് ത്രസ്റ്റ് ചെയ്ത് അതിനെ വെളിയിൽ കളയുമ്പോൾ ആ ഫോഴ്സിലാ ഇത് മുന്നോട്ട് പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ സ്തോത്രം, ലോകം നമുക്ക് അനുകൂലമല്ല. നമ്മെ ലോകത്തിൽ മറ്റുള്ള ഒരാളെ പോലെ ആക്കി തീർക്കുവാൻ ലോകത്തിന്റെ സ്വാധീനം വലുതാ. എന്നാൽ ആ വലയത്തെ ഭേദിച്ച ഓരോ ദൈവ പൈതലും മുന്നോട്ട് യാത്ര ചെയ്യുന്നത്. സ്തോത്രം. അപ്പം എവിടെയെങ്കിലും കർത്താവിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടുപിടിച്ച് ഈ മരുഭൂമി യാത്രയിൽ നമ്മെ വീണ്ടെടുത്ത നാഥനോട് പറ്റിച്ചേർന്നിരുന്ന് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ദൈവജനം അങ്ങനെയാണല്ലോ പറഞ്ഞേ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ഈ മരുഭൂമി യാത്രയിൽ കർത്താവിനോട് നമുക്ക് പറ്റിച്ചേർന്നിരിക്കാം. അതിനെ അടിസ്ഥാനപ്പെടുത്തിയ അല്പം വചനത്തിൽ നിന്ന് നമ്മൾ ഒന്നിച്ച് ചിന്തിക്കാൻ പോകുന്നത്. അതിനാധാരമായി 91 സങ്കീർത്തനം അതിൻ്റെ 14 വാക്യം, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ഭയങ്കര 2 സബ്ജക്റ്റാ. 1, കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുക. 2, അവൻ്റെ നാമത്തെ അറിയണമെന്നും നാം അറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതിൽ നമ്മൾ ഒന്നിച്ച് ചിന്തിക്കാൻ പോകുന്നത് കർത്താവിനോട് പറ്റിച്ചേർന്ന് ഇരിക്കുക. അപ്പം നമുക്ക് ന്യായമായി ചോദിക്കാം, പാസ്റ്ററെ, ഞായറാഴ്ച പറ്റിച്ചേർന്നിരുന്നാൽ മതിയോ? ഞായറാഴ്ച ഇന്ന് ഒരുങ്ങി ഈ സാധാരണ പെന്തക്കോസ്തലത്തിൽ ശുദ്ധീകരണ ഒരുക്ക മീറ്റിംഗ് ശനിയാഴ്ച രാത്രിയിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കർത്താവേ ക്ഷമിക്കണമേ, ഇതാ അടുത്ത് വരുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരു ഒരുക്കുകരണ. ഞായറാഴ്ച സഭായോഗത്തിന് കൂടാൻ ശനിയാഴ്ച ഒരുക്ക പ്രാർത്ഥന എന്നാ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞതേ ഈ സ്തോത്രം ഞായറാഴ്ച മാത്രമാണോ പറ്റിയിരിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു, ഞായറാഴ്ച മാത്രം. സ്തോത്രം. ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂറും, ഒരു ആഴ്ചയിൽ 7 ദിവസവും, ഒരു മാസത്തിൽ 30 ദിവസവും, ഒരു വർഷത്തിൽ 365 ദിവസവും നാം കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുകയാണ്. സ്തോത്രം. ഞായറാഴ്ച മാത്രം പറ്റിയിരിക്കാനായിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇത് പറയുമ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർക്കുന്നത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ വായിക്കേണ്ട, ഞാനങ്ങ് പറഞ്ഞു പോകാം. അതിൻ്റെ 6-ാം അധ്യായം വരുമ്പോഴേ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതായി തീർന്നു ദൈവസന്നിധിയിൽ. മനുഷ്യനെ ദൈവം ഉണ്ടാക്കുക കൊണ്ട് ദൈവം ദുഃഖിച്ചു എന്ന് നമുക്ക് അവിടെ കാണുവാനായി കഴിയും. ദൈവം തീരുമാനമെടുത്തു, ഈ ജനത്തെ ഞാൻ നശിപ്പിക്കും. ദൈവം മനുഷ്യരെ നോക്കി. അവിടെ ആ തലമുറയിൽ ഒരു വ്യക്തി, വായിക്കേണ്ട ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാമത്തെ വാക്യം, ആ പാപം വർദ്ധിച്ച ആ തലമുറയിൽ ഒരു വ്യക്തി, അദ്ദേഹത്തെക്കുറിച്ച് 3 ക്വാളിഫിക്കേഷനാണ് പറഞ്ഞിരിക്കുന്നത്. 1, അവൻ ആ തലമുറയിൽ നീതിമാനായിരുന്നു. 2, അവൻ നിർമ്മലനായിരുന്നു. 3, അവൻ ദൈവത്തോട് കൂടെ യാത്ര ചെയ്ത വ്യക്തിയായിരുന്നു. 3 ക്വാളിഫിക്കേഷൻ. പാപം വർദ്ധിച്ചപ്പോഴും ഇന്നത്തെ സാഹചര്യവും അങ്ങനെയാണല്ലോ. ഒട്ടും നമുക്ക് അനുകൂലമായുള്ള സാഹചര്യം, ഒരു ദൈവത്തിന് അനുകൂലമായുള്ള സാഹചര്യമല്ല കാണുന്നതും കേൾക്കുന്നതും. എന്നാൽ ഈ തലമുറയിൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അതെല്ലാം കാണുമ്പോൾ നമ്മൾ കണ്ടു മടങ്ങുന്നവരായിട്ടല്ല,
ആത്മഭാരത്തോട് ആ തലമുറയ്ക്ക് വേണ്ടി നെടുവീർപ്പോടെ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് കരയുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിക്കുകയാണ്. കർത്താവ് നോക്കും ഓരോ വിഷയത്തിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തെന്ന്. മനുഷ്യൻ പുറമേയുള്ളതാ നോക്കുന്നത്. മനുഷ്യൻ നോക്കുന്നത് പോലല്ല, കാണുന്നത് പോലല്ല ദൈവം ഒരു വസ്തുത കാണുന്നത്, അറിയുന്നത്. നമുക്കതിന്റെ പങ്കുണ്ട് കേട്ടോ. പാപം വർദ്ധിക്കുമ്പോൾ, വഷളത്വം വർദ്ധിക്കുമ്പോൾ ദൈവമേ ജനത്തെ വിടിവിക്കണമേ എന്ന് പറഞ്ഞ് ആത്മഭാരത്തോടെ എത്ര പേർക്ക് നെടുവീർപ്പെട്ട് കരയുവാൻ. അതാ നമ്മെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്തു ചെയ്തു എന്നുള്ളതാ കർത്താവ് നോക്കുന്നത്. സ്തോത്രം. ആ തലമുറയിൽ ഒരു വ്യക്തി നീതിമാനായി നിർമ്മലനായി ദൈവത്തോട് കൂടെ നടക്കുന്നവനായി ആ നോഹയെ ദൈവം വിളിച്ചു. ദൈവം പറഞ്ഞു, നോഹേ, ഞാൻ ഈ ഭൂമിയെ നശിപ്പിക്കാൻ പോവുകയാണ്. നിന്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഞാൻ പറയുന്നത് പോലെ നീ ഒരു പെട്ടകമുണ്ടാക്കണം. ഇത് നമുക്ക് മനസ്സിലാകാത്ത ദൈവാലോചനയുടെ ശ്രേഷ്ഠത പലപ്പോഴും എന്തെന്ന് നമുക്കറിയുവാനായി കഴിയയില്ല. നോഹയോട് എന്താ പറഞ്ഞത്? നീ ഗോഫേർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. നമ്മൾ ആദ്യം പറഞ്ഞ കർത്താവേ, ഈ ഗോഫേർ മരം ഒക്കെ ഇച്ചിരി ബന്ധപ്പാടാണ്. അത് അന്വേഷിച്ചൊക്കെ പോണേ, വനത്തിൽ പോണേ. ഈ പുലിയും കടുവായും ഒക്കെ ഉള്ള വനത്തിൽ പോയി അത് കൊണ്ടുവരണ ഇച്ചിരി പ്രയാസ. ആഞ്ഞലിയാണെങ്കിൽ വളരെ നീളത്തിൽ ഞങ്ങളുടെ അയ്യത്തുണ്ട്. അതുകൊണ്ടായ പോറിയ കർത്താവേ, സ്തോത്രം. എനിക്കത് ചിന്തിച്ചിട്ടും സ്തോത്രത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുന്നത്. ആദിയിൽ അവസാനവും കണ്ടവൻ ഒരാലോചന പറയുമ്പോൾ സകലവും അറിഞ്ഞ അവനൊരാലോചന പറയുന്നത് അത് നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും ഒന്ന് എത്തിച്ചേരുന്നതല്ല. കാരണം അതുവരെ കണ്ടിട്ടില്ലാത്ത മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത മഴ ഭൂമിയിൽ പെയ്യും. ഏറ്റവും ഉയർന്ന പർവ്വതത്തിന് മൂളെ 15 മുഴം വെള്ളം പൊങ്ങി നിൽക്കും. ആ വെള്ളത്തിന്റെ പ്രഷർ, മർദ്ദം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. നമ്മുടെ തമിഴ്നാട്ടില് നമ്മുടെ കളിയിക്കാവിള ആ ഭാഗത്ത് നമ്മുടെ ഊരമ്പിന് അടുത്ത് ബോർഡർ ഏരിയയായ കാട്ടുക്കട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നമുക്കൊരു ചർച്ചുണ്ട്. അവിടെ സ്നാനം നടത്തുന്ന വേറെ ചർച്ചിലൂടെയൊക്കെ അനുവാദം ചോദിച്ചു. അവിടെ എന്തായാലും ആ പ്രിയപ്പെട്ടവർ ചർച്ചിനോട് ചേർന്ന് നല്ലൊരു സ്നാനത്തൊട്ടി അങ്ങ് പണിതു, സ്നാനക്കുളം. അത് നന്നായി പണിതവരങ്ങ്. അതിനോട് പറഞ്ഞു, പാസ്റ്റർ വേണം അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അന്ന് 2 സ്നാനമുണ്ട്, അത് പാസ്റ്ററിനെ നിവർത്തി. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. ഞാൻ അവിടെ ചെന്നു. അവർ നന്നായി വെള്ളം തുറച്ചു. ഇത്രയും ഉയരത്തിൽ ഞാൻ എണ്ണിച്ച് അവിടെ കുളത്തിൽ ഇറങ്ങിയപ്പോൾ ഇത്രയും ഭാഗം വെള്ളത്തിലായി. വെള്ളത്തിലൊരു ചെറിയ ഓളം ഉണ്ടായപ്പോൾ എൻ്റെ കാല് നിലത്തുറയ്ക്കാൻ വയ്യാതായി. അവിടെ നിന്ന് ഞാൻ ചിന്തിച്ചു, ദൈവമേ, അങ്ങനെയാണെങ്കിൽ വെള്ളം മുഴുവൻ ഈ ലോകത്തെ മൂടിയപ്പോൾ അതിനെ വിസ്റ്റാൻഡ് ചെയ്യുവാൻ കഴിവുള്ള മരമാ ഗോഫേർ മരം. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമെങ്കിൽ അവസാനവും കണ്ടവൻ നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കത്തില്ല. എന്തിനായി ഗോഫേർ മരം? അത് പറഞ്ഞു 300 മുഴം നീളം. അപ്പം ഒരെണ്ണം എടുത്തോളൂ, 299 ഉള്ളൂ. നമ്മളത് പറഞ്ഞു, ഒരു മുഴം എന്തോന്നാ പോട്ടെ. ദൈവം അത് അംഗീകരിക്കത്തില്ല. ദൈവം പറഞ്ഞു 300 മുഴം എന്ന് വെച്ചാൽ 300. വേറൊരു മരം കൊടുത്തു 301 മുഴം ഉണ്ടായി. ഒരു മുഴത്തിന് ഹൃദയം കണ്ടിച്ചുകളെ നല്ല തടി അങ്ങനെ ഇരുന്നോട്ട്. ദൈവം എന്ത് കൽപ്പിക്കുന്നുവോ അതുപോലെ ചെയ്യുന്നവരാ അനുഗ്രഹിക്കപ്പെടുന്നത്. ദൈവത്തിന് വലിയ നിർബന്ധമാ. നമ്മുടെ ബുദ്ധിയും നമ്മുടെ യുക്തിയും ഒന്നും അതിന് വേണ്ട. ദൈവത്തിന്റെ ആത്മാവ് എന്ത് സംസാരിക്കുന്നുവോ ഒരു പോഷനെ പോലെ അവിടെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന്റെ വൻ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാനിടയായിത്തീരും.
അതിന് 3 തട്ടായിട്ടുണ്ടാക്കണം. ഏറ്റവും മുകളത്തെ തട്ടിൽ നിന്ന് 1 മുഴ താഴെ കിളിവാതിൽ ഉണ്ടാക്കണം. എന്നിട്ട് വാതിൽ പുറകിലല്ല, സൈഡിൽ വാതിൽ വെക്കണം. എല്ലാം അകത്ത് കയറി. ദൈവം വാതിലടച്ചു. മഴ തുടങ്ങി. എല്ലാം ചത്തടിഞ്ഞു. ഈ വെള്ളത്തിൽ നോഹയും പ്രിയപ്പെട്ടവരെല്ലാം ആയിരിക്കുക. നമ്മൾ ഓർത്തു വയ്ക്കുക, 1 വർഷവും 17 ദിവസവും അവർ വെള്ളത്തിലായിരുന്നു. വെള്ളത്തിന് മീതെ അതിങ്ങനെ ഒഴുകി നടക്കുക. അവിടെ എവിടെയെങ്കിലും അങ്ങ് നിൽക്കുകയല്ല. ആ യാത്ര ക്ലേശകരമായിരുന്നെങ്കിലും യഹോവയായ ദൈവം പറഞ്ഞിട്ട് പണിത കയറിയ ആ പെട്ടകത്തിൽ യഹോവയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ദൈവം ആ പെട്ടകത്തിലുള്ളവരെ സകലത്തെ ഓർത്തു. ഒരു കിഴക്കേറ്റ് കാറ്റടിപ്പിച്ചു. വെള്ളം നിലച്ചു. ക്രമേണ താണു. വെള്ളം താണോ എന്നറിയാൻ കിളിവാതിൽ തുറന്ന് ഒരു മലങ്കാക്കയെ നോഹ പുറത്തു വിട്ടു. നമ്മ ഇങ്ങനെയാ വായിക്കുന്നത്. കാക്ക വന്നും പോയിക്കൊണ്ടും ഇരുന്നു. കാരണം വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ചത്തു പൊങ്ങിക്കിടക്കുന്ന ശവങ്ങൾ, മാലിന്യം അതിന് ഭയങ്കര ഇഷ്ടമാ. ആ ചത്ത് നാറിയതിനെ എല്ലാം കൊത്തി വലിച്ചു വയറ് നിറച്ച് തിന്നിട്ട് അത് വൈകിട്ട് പെട്ടകത്തിനകത്തേക്ക് കയറി വരും. ദൈവമക്കളെ, നാം ലോകത്തിൽ ഇറങ്ങുമ്പോൾ എന്ന് നമ്മൾ ഇവിടെ വാസവും പ്രാർത്ഥനയുമല്ല, ദൈവം നമ്മെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുക. ലോകത്തിന്റെ പ്രകാശമായി അവിടെ ലോകത്തിൽ ഒരുവനെ പോലെ ജീവിപ്പാനല്ല, എല്ലാ ജീവിതത്തിന്റെ അനുഭവങ്ങളിലും വ്യത്യസ്തനായി ജീവിപ്പാനാ ദൈവം തന്റെ വചനവും പരിശുദ്ധാത്മാവിനെയും നമ്മുടെ മേൽ പകർന്നു തന്നിരിക്കുന്നത്. മാസിഡോണിയൻ ചക്രവർത്തിയായ ഫിലിപ്പ് ഒരിക്കൽ ശ്രേഷ്ഠ പ്രഭു ഫിലിപ്പ് രാജാവിന്റെ അടുത്തു എന്ന് പറഞ്ഞു, ഫിലിപ്പ് രാജാവേ, അങ്ങയുടെ മകൻ അലക്സാണ്ടർ ഒരു സാധാരണ കുട്ടികളോടുകൂടെ കളിക്കുന്നു, അത് വിലക്കണം. ഉടനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫിലിപ്പ് രാജാവ് മകൻ അലക്സാണ്ടറെ വിളിച്ചു. അവനോടൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, കുട്ടികളോടൊത്ത് കളിക്കുന്നത് ഞാൻ വിലക്കുന്നില്ല, പക്ഷെ നീ കളിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. നീ ആരാണ്? അവൻ ആരാ? ഒരു രാജകുമാരനാണ്. നീ ആരുടെ മകനാന്ന് നീ ഓർത്തുകൊള്ളണം. ഫിലിപ്പ് രാജാവിന്റെ രാജ്യത്തിലെ രാജാവിന്റെ മകനാ. നീ ആരായി തീരേണ്ടവരെന്ന് നീ ഓർത്തുകൊള്ളണം. 3 വാക്കുകൾ പറഞ്ഞു. അവൻ ഫിലിപ്പ് രാജാവിന് ശേഷം ലോകത്തെ ഭരിക്കേണ്ട ചക്രവർത്തിയായി മാറേണ്ടവനാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും കടന്നു പോകുമ്പോൾ ഈ 3 അവസ്ഥകൾ നാം സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞത്, നാം 2 കണ്ണുകൊണ്ട് ഒരു വ്യക്തിയെ നോക്കുമ്പോൾ 100 കണ്ണുകളാ നമ്മെ നോക്കുന്നത്. അവിടെയെല്ലാം ദൈവവചനത്തിന് യോഗ്യമായി വിശ്വസ്തരായി കർത്താവിനോട് ഈ മരുഭൂമി യാത്രയില് പറ്റി നിൽപ്പാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് കൃപ തരട്ടെ. നമ്മെ ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കളയുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ പെട്ടെന്നുള്ളതാ സ്തോത്രം യെശയ്യാ പ്രവചനം. അതിന്റെ 3-ാം അധ്യായം 8-ാമത്തെ വാക്യം.
3:8. യെശയ്യാവ് 3:8. യഹോവയുടെ തേജസ്സുള്ള കണ്ണിന് വെറുപ്പ് തോന്നുവാൻ തക്കവണ്ണം അവരുടെ നാവുകളും പ്രവർത്തികളും അവന് വിരോധമായിരിക്കുന്നു. യഹോവയ്ക്ക് വിരോധമായിരിക്കുന്നു. വാക്കുകൾ വരുന്നത് നമ്മുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മളെല്ലാം മറക്കും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അങ്ങനെയാ, മറക്കും. നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കണം. ഏറിയ സൂക്ഷ്മതയോടെ ഈ മരുഭൂയാത്ര കഴിപ്പാൻ ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ചു കൊടുക്കുക. നമ്മുടെ വാക്കുകൾ കൊണ്ട് ദൈവത്തിൽ അകന്നു പോകുവാൻ സാധ്യതയുണ്ട്. 2, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തിൽ അകന്നു പോകുവാൻ സാധ്യതയുണ്ട്. ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ദൈവത്തിന് വെറുപ്പാണ്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ വാക്കുകളെ നമുക്ക് സൂക്ഷിക്കാൻ അത്രേ പറയുന്നുള്ളൂ. ഞാൻ നിങ്ങൾ പോലെ ഒരുപോലെ, ഞാൻ വ്യത്യസ്തരൊന്നുമില്ല. എന്നോടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. നമുക്ക് പരിശ്രമിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, അങ്ങേക്ക് ഇഷ്ടമില്ലാത്തതൊന്നും എന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുമ്പോൾ കടന്നു വരുവാൻ ഇടയാകാതെ അങ്ങയുടെ ഇഷ്ടം മാത്രം എന്റെ ജീവിതത്തിൽ തികച്ചെടുക്കണമേ എന്ന് ആത്മാർത്ഥമായി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീസസ്, ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കാണുന്നത്, സ്തോത്രം, ഒരിക്കൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം, ഈ യേശു യെരുശലേമിലേക്ക് വന്നപ്പോൾ പരീശന്മാരും ന്യായശാസ്ത്രിമാരും ഒക്കെ യേശുവിന്റെ അടുക്ക വന്ന് പറഞ്ഞു, നിന്റെ ശിഷ്യന്മാർ കഴുകാത്ത കൈ കൊണ്ട് ആഹാരം കഴിക്കുന്നു. സ്തോത്രം. കർത്താവ് അതിനെ തുടങ്ങി. അവർ പറഞ്ഞു, നിങ്ങൾ പലതും പ്രമാണിക്കുന്ന എല്ലാം ഒരു സമ്പ്രദായമാക്കി വെച്ചിരിക്കുക. സമ്പ്രദായം. സ്തോത്രം. നിങ്ങളുടെ വീട്ടിലുള്ള കിണ്ടികിണ്ണങ്ങളുടെ ചെമ്പിൻ്റെയും പിന്നെ സ്തോത്രം ഈ എന്താ പറയുന്നത്, ഈ പിച്ചളെ പാത്രങ്ങള് ഓടെ ഒക്കെ കൊണ്ടുള്ളതിന് പുറത്തൊക്കെ നല്ല ചാരമിട്ട് തേച്ച് നല്ല ഷൈനിങ് രീതി വെച്ചേക്കും. എന്നാൽ അകം നിങ്ങൾ തൊട്ടു നോക്കത്തില്ല. കാരണം മറ്റുള്ളവർ കാണേണ്ടതിന്. അതൊക്കെ ഒരു സമ്പ്രദായമാണ്. അവര് ഈ കൈയൊക്കെ കഴുകി അങ്ങോട്ട് ശുദ്ധിയായിട്ടിരുന്നാലും ആഹാരത്തിന് വിളിച്ചാൽ പോയി കൈയൊന്ന് നനച്ചിട്ടേ വരത്തുള്ളൂ. നമ്മൾ ഒക്കെ അങ്ങനെയാണ്. നല്ല കൈയാണെങ്കിൽ പിന്നെ എന്തിനാ കഴുകുന്നത്? വേണ്ടതേ. മാലിന്യമൊക്കെ ഉണ്ടെങ്കിൽ നന്നായി പോയി എന്ന് കഴുകണം. എന്നാലും നമ്മളിപ്പം അങ്ങോട്ട് കൈ കഴുകിയിട്ടേ വന്നിട്ടുള്ളവർ. അച്ചായ വാ ചോറുണ്ടാനെന്ന് പറയുമ്പോൾ നമ്മൾ ഓടി ചെന്നാൽ പൈപ്പ് തിരിച്ച് ഇച്ചിരി വെള്ളം കാളി. അതൊക്കെ ഞാൻ പറഞ്ഞത് നല്ല കാര്യം ചെയ്തോ. കർത്താവ് പറഞ്ഞത് ഇങ്ങനെ അങ്ങ് പലതും സമ്പ്രദായമായി. നമ്മുടെ സമ്പ്രദായം അറിയണം. ഉപവാസം പലർക്കും ഒരു സമ്പ്രദായമായി മാറി. ഞാൻ ഒത്തിരി എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയാറുണ്ട്. അവരൊക്കെ ഗൾഫിലാണ് ജോലിയൊക്കെ ചെയ്യുന്നവരാണ്. ഞാൻ അവരോട് അവർക്കൊക്കെ ലീവ് കിട്ടാൻ പറയാം. ഞാൻ പറഞ്ഞു, നമ്മൾ ഉപവസിച്ചില്ലേ കർത്താവിന് ഒരു പിണക്കവും ഇല്ല. പലരും അങ്ങനെ ചിന്തിക്കുന്നത്. നമ്മൾ ഉപവസിച്ചില്ലേ കർത്താവിന് പിണക്കമാണ്. ഉപവാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ വിഷയങ്ങളും മാറ്റിവെച്ച് കർത്താവിനോട് കൂടി വസിക്കുന്ന അനുഭവമാണ് ഉപവാസം എന്ന് പറയുന്നത്. ഉപവാസം വെള്ളിയാഴ്ച ഉപവസിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു വെള്ളിയാഴ്ച രാവിലെ ഉപവാസമാണ്. അടുത്തൊരു ബന്ധു മരിച്ചു. വെള്ളിയാഴ്ച ഉപവാസവും കാണാൻ പോയാൽ അന്ന് അടക്കമാ. പോയേ ഒക്കത്തുള്ളൂ. പോകുക, ചോറ് വല്ല കാപ്പി കുടിക്കാം. ഞാൻ ഉപവാസമാണ്. അതെന്തൊരു ഉപവാസമാണ്? പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? വചനം ധ്യാനിക്കാൻ കഴിയുന്നുണ്ടോ? കർത്താവുമായി ഇടപെടാൻ കഴിയുന്നുണ്ടോ? ഉപവാസ എന്ന് പറഞ്ഞുകൊണ്ട് പോകുക. ഞാൻ ഈ പറഞ്ഞത് ഒരു നേരമേ ഉപവസിപ്പാൻ നാം സമർപ്പിച്ചിട്ടുള്ളൂ. ആ ഒരു നേരം ദൈവസന്നിധിയിൽ നാം അവൈലബിൾ ആയിരിക്കണം.
ഒരു സമ്പ്രദായവും വേണ്ട നമുക്ക്. പലതും സമ്പ്രദായങ്ങളായി മാറിയിരിക്കുകയാ. സമ്പ്രദായങ്ങൾ മാറി ഓരോ ദിവസം പുതുക്കം പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് കൃപ തരുമാറാകട്ടെ. കർത്താവ് അത് ഒന്നുകൂടെ ഡീപ്പിൽ പറഞ്ഞു. ഞാനിപ്പോൾ പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 15 തൊട്ടുള്ള വാക്യങ്ങളാ. യേശു പറഞ്ഞു, മനുഷ്യന്റെ അകത്തോട്ട് ചെല്ലുന്നത് അവനെ അശുദ്ധമാക്കുന്നില്ല. പരീശന്മാരോടൊക്കെയാ പറഞ്ഞത്. സ്തോത്രം. മനുഷ്യന്റെ അകത്തു നിന്ന് പുറത്തോട്ട് വരുന്നതാ അവനെ അശുദ്ധമാക്കുന്നത്. ശിഷ്യന്മാർക്കൊന്ന് മനസ്സിലായാലും അവര് ഒന്നിച്ചായിരുന്നു. എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് ഒറ്റയ്ക്കായിരുന്നു. കർത്താവിനോട്, കർത്താവേ എന്തോന്നോ അങ്ങ് പറഞ്ഞത്? ഉടനെ കർത്താവ് അതിനെ പൊരുൾ തിരിച്ചു കൊടുത്തു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതെല്ലാം എന്തു ചെയ്യും? അങ്ങ് കുറച്ച് കഴിയുമ്പം അതിൻ്റെ ക്രിയകളെല്ലാം നടത്തി അതങ്ങ് വെളിയിലോട്ട് പൊക്കോളും. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ അതവിടെ പറയുന്നുണ്ട്. അത് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം സ്തോത്രം, അത് വേണമെങ്കിൽ ഒന്ന് വായിക്കാം. 18 തൊട്ടുള്ള വാക്യങ്ങൾ 23 വരെ. അവൻ അവരോട്, ഇങ്ങനെ നിങ്ങളും ബോധമില്ലാത്തവരോ, പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ? അതവന്റെ ഹൃദയത്തിലല്ല വയറ്റിലത്രേ ചെല്ലുന്നത്, പിന്നെ മറപ്പുരയിലേക്ക് പോകുന്നു. ഇങ്ങനെ സകല ഭോജ്യങ്ങൾക്കും ശുദ്ധി വരുത്തുന്നു എന്ന് പറഞ്ഞു. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ അവനെ അശുദ്ധനാക്കുന്നത്. ദുശ്ചിന്ത, പിന്നെ വ്യഭിചാരം, പരസംഗം, കുലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്ക് കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവയെല്ലാം പുറപ്പെട്ടു വന്ന് മനുഷ്യനെ അശുദ്ധമാക്കുകയാണ്. ഇതൊക്കെ കർത്താവിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുവാൻ സാധ്യതയുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മുടെ ചിന്താ വിഷയം കർത്താവിനോട് പറ്റിയിരിക്കണം. എങ്ങനെ പറ്റിയിരിക്കുന്നത്? നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ വിലയുള്ള നോട്ട്, രൂപ നോട്ട് എന്ന് പറയുന്നത് 500, 200, 100 അതിൻ്റെ താഴോട്ടാണ്. നോക്കുമ്പോൾ മനോഹരമായ പ്രിന്റിങ്ങും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നാം അറിയേണ്ട കാര്യം, ഇത് 2 പേപ്പർ ഒട്ടിച്ചു ചേർത്ത് വെച്ചിരിക്കുകയാ. അങ്ങനെയാണോ പക്ഷെ? എന്നാ ഇന്ന് ഞാൻ വീട്ടിൽ ചെന്ന് അതിനെ ഒന്ന് വേർപെടുത്തിയേ പിന്നെ ഉറങ്ങത്തുള്ളൂ എന്ന് നാം ചിന്തിച്ചാൽ അത് വേർപെടുത്തുവാൻ ഒരിക്കലും കഴിയത്തില്ല. അത് വേർപെടുത്തുവാൻ നോക്കിയാൽ അത് പിച്ചി ചിന്തി കീറിപ്പോകുകയുള്ളൂ. വേർപെടുത്തുവാൻ കഴിയാതെ വണ്ണം നാം കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കണം. സ്തോത്രം. നോക്കിക്കേ, യോബിന്റെ പുസ്തകം 41-ാം അധ്യായം 15-ാമത്തെ വാക്യം. ചെതുമ്പൽ നിര അതിന്റെ മഹാനക്രത്തെ കുറിച്ചാ പറയുന്നത്. മഹാനക്രത്തിന്റെ ചെതുമ്പൽ നിര അതിന്റെ ഡംഭമാകുന്നു. അത് മുദ്ര വെച്ച് മുറുക്കി, അത് മുദ്ര വെച്ച് എതിരിക്കുക, മുറുക്കിയിരിക്കുകയാ, അടച്ചിരിക്കുന്നു. അതൊന്നോടൊന്ന് പറ്റിയിരിക്കുന്നു. ഇടയിൽ കാറ്റ് ഇടയിൽ എന്ത് ചെയ്യത്തില്ല? കാറ്റ് കയറുകയില്ല. നാം കർത്താവിനോട് പൂർണ്ണമായി പറ്റി നിന്നാൽ പിശാച് അഴിച്ചുവിടുന്ന യാതൊരു കാറ്റുകളും അതിനിടയിൽ കടക്കാതെ വണ്ണം ഹല്ലേലൂയ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്.
വേർപെടുത്തി കൂടാതെ വണ്ണം അതിനെ മുദ്ര ചെയ്ത് മുറുക്കിയിരിക്കുന്നു. അത് ഒന്നോടൊന്ന് വേർപെടുത്തി കൂടാതെ വണ്ണം പറ്റിയിരിക്കുന്നത് കൊണ്ട് കാറ്റ് അതിനിടയിൽ കടക്കുന്നില്ല. വേറെ ഒന്നുകൂടെ നാം യെരമ്യാ പ്രവചനം 13-ാം അധ്യായം, ഞാൻ പറയുമ്പോൾ 11-ാമത്തെ വാക്യം കുഞ്ഞെ വായിച്ചാൽ മതി, ഞാൻ പറഞ്ഞു വിടാം. പ്രവാചകനായ യെരമ്യാവിനോട് യഹോവയായ ദൈവം പറഞ്ഞു, യെരമ്യാവേ, നീ ഒരു പുതിയ ചണനൂൽ കച്ച വാങ്ങി നിന്റെ അരയിൽ നീ അത് കെട്ടണം. അതുപോലെ പ്രവാചകൻ ചെയ്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീ അരയിൽ ചുറ്റിയിരിക്കുന്ന ആ കച്ച പ്രാത്ത് നദിയുടെ അരികിൽ ചെന്ന് പാറയുടെ വിള്ളലിൽ അതിനെ ഒളിച്ചു വെക്കണം എന്ന് പറഞ്ഞു. അതുപോലെ അവൻ ചെയ്തു. അവൻ തിരിച്ചു വന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം പറഞ്ഞു, നീ കല്ലുകടയിൽ പ്രാത്ത് നദിക്കരികെ ഒളിച്ചു വെച്ച ആ കച്ച പോയി എടുത്തോളാൻ പറഞ്ഞു. അവൻ അതുപോലെ ആ കച്ച പോയി എടുത്തു കഴിഞ്ഞപ്പോൾ അതൊന്നിനും കൊള്ളരുതാത്ത കേടുപിടിച്ച ഒരു കച്ചയായി മാറുവാൻ ഇടയായി തീർന്നു. ഒരു മനുഷ്യന്റെ അരയോട് കച്ച എപ്രകാരം പറ്റിയിരിക്കുന്നുവോ അപ്രകാരം കർത്താവിനോട് നാം പറ്റിയിരിക്കണം. പറ്റിയിരിക്കുന്നവനോട് വിട്ടകന്നാൽ ഒന്നിനും കൊള്ളരുതാത്ത ആ ചടനൂൽ കച്ച പോലെ ഏതൊരു വ്യക്തിയും ആയിത്തീരുവാനിടയാകും. ഇനി അതിന്റെ 11-ാമത്തെ വാക്യം, ഒരു മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ, ഒരു മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗ്രഹത്തെ മുഴുവനും, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തെ മുഴുവനും, യഹൂദാ ഗ്രഹത്തെ മുഴുവനും എനിക്ക് ജനവും, എനിക്ക് ജനം, കീർത്തിയും, ദൈവത്തിന്റെ സ്വന്തം ജനമാ ഇസ്രായേൽ യഹൂദ, അവരെനിക്ക് സ്വന്തം ജനമാ. ഒരു മനുഷ്യന്റെ അരയോട് കച്ച പറ്റിയിരിക്കുന്നത് പോലെ അവർ ഈ ലോകയാത്രയിൽ എന്നോട് പറ്റിയിരിക്കണമായിരുന്നു. അടുത്ത വാക്യം, എനിക്ക് ജനവും, അവരെനിക്ക് ജനമാണ്, കീർത്തിയും, അവരെനിക്ക് കീർത്തിയാണ്, പ്രശംസയും, അവരെനിക്ക് പ്രശംസയാണ്, അലങ്കാരവും ആകേണ്ടതിന് എന്നോട് പറ്റിയിരിക്കുമാറാക്കി. കണ്ടോ, അവരെ എന്നോട് പറ്റിയിരിക്കുമാറാക്കി. അവർക്കോ അനുസരിപ്പാൻ മനസ്സായില്ല. അവർക്ക് അനുസരിപ്പാൻ പറ്റിയിരിക്കുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. യഹോവയായ ദൈവം ഇസ്രായേലിനെ നോക്കി പറഞ്ഞ വിഷയമാണ് നാം ചിന്തിച്ചത്. അപ്പോൾ എപ്രകാരം പറ്റിയിരിക്കണം? ഒരു 500 രൂപ നോട്ട് പോലെ വേർപെടുത്തി കൂടാതെ വണ്ണം മഹാനക്രത്തിന്റെ ചിതമ്പ് പറ്റിച്ചേർന്നിരിക്കുന്നത് പോലെ, വേർപെടുത്തി കൂടാതെ പറ്റിച്ചേർന്നിരിക്കുന്നത് പോലെ, ഒരു മനുഷ്യന്റെ അരയോട് കച്ച പറ്റിയിരിക്കുന്നത് പോലെ നാം കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കണം. നമ്മൾ നേരത്തെ ചിന്തിച്ചു, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ പലപ്പോഴും കർത്താവിൽ നമ്മെ അകറ്റിക്കളയും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നത്, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുന്നു എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫലം കായ്പാൻ കഴിയത്തുള്ളൂ. കണ്ടോ, കർത്താവ് നമ്മളിലും നാം അവനിലും വസിക്കുന്ന അനുഭവം. അതിനായി ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. പറ്റിച്ചേർന്നിരിക്കുന്നവർക്ക് മാത്രമേ പ്രതിസന്ധികളെ ജയിപ്പാൻ കഴിയത്തുള്ളൂ. ഒത്തിരി ഹാർഡിൽസ്, തടസ്സങ്ങൾ പിശാച് നമ്മുടെ മുന്നിൽ കൊണ്ടിടും. അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ, അതിൽ നാം ജയാളികളായി നിൽക്കണമെങ്കിൽ കർത്താവിനോട് നാം പൂർണ്ണമായി പറ്റി നിന്നേ സാധ്യമാകത്തുള്ളൂ.
ഈ ഓട്ടക്കാരെ കണ്ടിട്ടില്ലേ? ആദ്യം ചെറുതാ, അത് കഴിയുമ്പോൾ അതിനെക്കാട്ടിലും വലുതാ തടസ്സം, അത് കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും തടസ്സമാണ്. ഈ തടസ്സങ്ങളെ ഒക്കെ തരണം ചെയ്യണമെങ്കിൽ സ്തോത്രം, നാം എന്ത് ചെയ്യണം? കർത്താവിനോട് പൂർണ്ണമായി പറ്റി നിൽക്കണം. അത് മറന്നു കളയരുത്. സ്തോത്രം. നമ്മൾ എന്താ ചിന്തിച്ചത്? കർത്താവിനോട് പൂർണ്ണമായി പറ്റി നിന്നെങ്കിൽ മാത്രമേ പ്രതിസന്ധികളിൽ മേൽ ജയത്തോടെ നിൽക്കുവാനായി കഴിയത്തുള്ളൂ. സ്തോത്രം. നമ്മെ ദൈവജനം പഠിക്കുമ്പോഴേ ഈ സംഖ്യാപുസ്തകം 32-ാം അധ്യായം 11-ാമത്തെ വാക്യം എടുത്ത് വായിക്കേണ്ട. എൻ്റെ ദാസനായ കാലേബും യോശുവായും എന്നോട് പൂർണ്ണമായി പറ്റി നിന്നു എന്നൊരു വാക്യം നമുക്കവിടെ കാണുവാനായി കഴിയും. അതവിടെ നിൽക്കട്ടെ. കാലേബിനെ കുറിച്ച് 2-3 സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കാണുവാനായി കഴിയും. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ നാം കാണുമ്പോൾ കാലേബ് പറയുന്നു, ഞാനോ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. സംഖ്യാപുസ്തകം 14-24 നാം വായിക്കുന്നു, കാലേബിനോ ഒരു പ്രത്യേക സ്വഭാവമുണ്ടായിരുന്നു. അവൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണമായി അനുസരിച്ചു. അത്ര അവിടെ നിൽക്കട്ടെ. ഇനിയും ഇസ്രായേൽ ജനം കുഞ്ഞാടിൻ്റെ രക്തത്താൽ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന്, മിസ്രയീമിൽ നിന്ന് ജയഘോഷത്തോടെ കനാനിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാനിടയായി തീർന്നു. അവരുടെ ലക്ഷ്യം കനാനാണ്. യാത്ര ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ അവരുടെ യാത്രയിലെ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ദൈവം സൈന്യങ്ങളുടെ അധിപതിയായി അവരോട് കൂടെ ഇരുന്ന് അവരെ ജയത്തോട് ദൈവം അവരെ നടത്തിക്കൊണ്ടുവന്നു. പലരും അവരോട് യുദ്ധത്തിന് വേണ്ടി വന്നു. യഹോവയായ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. അവരെ ജയത്തോട് നടത്തുവാനിടയായി തീർന്നു. അവർ വാഗ്ദത്ത നാടിനോട് അവരടുത്തു. നാം സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സംഖ്യാപുസ്തകം 13-ാം അധ്യായം. അവർ കാദേശ് ബർന്നയിൽ അവരെ എത്തിച്ചേരുവാൻ ഇടയായി തീർന്നു. അവിടെ നിന്ന് നോക്കിയാൽ കനാൻ ദേശം കാണുവാനായി കഴിയും. വാഗ്ദത്ത കനാൻ അവർക്ക് കാണുവാനായിട്ട് കഴിയും. ആ കാദേശ് ബർന്നയിൽ നിന്ന് 12 ഗോത്രത്തലവന്മാരെ, ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ഗോത്രത്തലവന്മാരെ തിരഞ്ഞെടുത്ത് അവരവകാശമാക്കുവാൻ പോകുന്ന കനാൻ എങ്ങനെയുണ്ട് എന്ന് നോക്കി കണ്ടുവരുവാൻ പാറാൻ മരുഭൂമിയിൽ നിന്ന് അവരെ അയച്ചു. അവര് യാത്ര ചെയ്ത് എസ്കോൾ താഴ്വരയോളം, സംഖ്യാപുസ്തകം 13-ാം അധ്യായം 23-ാമത്തെ വാക്യമാ, അവർ എസ്കോൾ താഴ്വരയോളം ചെന്ന്, എന്നുവെച്ചാൽ 40 ദിവസം അവർ യാത്ര ചെയ്ത് ഓരോന്നും അവർ നോക്കിക്കണ്ടു. എസ്കോൾ താഴ്വരയോളം എത്തി. മുന്തിരിവള്ളി കായ്ക്കുന്ന കാലം. ഒരു മുന്തിരിച്ചെടി വള്ളി കുലകളോട് പറിച്ചെടുത്തു. അത് ഒരാൾക്ക് ചുമക്കുന്നതിലും അധികമായിരുന്നു. അതുകൊണ്ട് അതൊരു തണ്ടിന്മേൽ കെട്ടി മുന്നിലും പുറകിലുമായി നിന്ന് 2 പേർ ചുമന്ന് ആ മുന്തിരി പഴം അവർ ജനത്തെ കാണിപ്പാനായി കൊണ്ടുവരികയാണ്. നോക്കിയ ദൈവം കൊടുക്കുന്ന ഫലഭൂയിഷ്ഠമായ അനുഭവം. അവരവിടെ നിന്ന് മാതളപ്പഴവും അത്തിപ്പഴവും എല്ലാം ജനത്തെ കാണിപ്പാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അവർ യാത്ര ചെയ്ത് തിരിച്ച് അവര് കാദേശ് ബർന്നയിലെത്തി. അതിന്റെ 26-ാമത്തെ വാക്യം, അവർ യാത്ര ചെയ്ത് പാറാൻ മരുഭൂമിയിലെ കാദേശിൽ മോശയുടെയും അഹരോന്റെയും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയുടെയും അടുക്കൽ വന്നു.
അവരോട് സർവസഭയോടും വർത്തമാനം അറിയിച്ച് ദേശത്തിലെ ഫലങ്ങളും അവരെ കാണിച്ചു. അവർ അവനോട് വിവരിച്ചു പറഞ്ഞത് എന്തെന്നാൽ, നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി, അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ, അതിലെ ഫലങ്ങൾ ഇതാ കണ്ടുകൊള്ളുവീ. സ്തോത്രം. ഈ പാലും തേനും ഒക്കെ ഒഴുകാന്ന് പറഞ്ഞാൽ എന്നൊന്നാ, പശുക്കളൊക്കെ, അവിടുത്തെ പശുക്കളൊക്കെ നമ്മളാ കൂടി കിടന്ന ഒരു ഉണങ്ങിയ പശുവിനെ ഇപ്പം അത് ഇവിടെ കാണാൻ, കേരളത്തിൽ കാണാനില്ലല്ലോ. ഒരിക്കല് ഒരു കൊച്ചു ക്ലാസ്സിലെ ടീച്ചർ പശുവിനെ കുറിച്ച് പഠിപ്പിക്കാനാ കുട്ടിയോട് ചോദിച്ചു, മോനെ നമുക്കാരാ പാല് തരുന്നേ? മിടുക്കനായ കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, അമ്മൂമ്മ. അതെല്ലാവർക്കും ഒരു അതിശയം, അമ്മൂമ്മ പാല് തരുന്നു. കാര്യം ചോദിച്ചപ്പോൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ഒരു കോളിബെങ്കല്ല അടിക്കും. അമ്മയുടെ നൈറ്റിയെ പിടിച്ചുകൊണ്ട് ഈ പയ്യനും അമ്മയുടെ കൂടെ പോവും. കഥ തുറക്കുമ്പോൾ ഒരു അമ്മൂമ്മ 2 കവർ പാലെടുത്ത്, മിൽമ പാലെടുത്ത് കൊടുക്കും. കുഞ്ഞിനെ അതേ അറിയത്തുള്ളൂ. ടീച്ചർ ആഗ്രഹിച്ചത് പശുവാ നമുക്ക് പാല് തരുന്നത് എന്ന് പഠിപ്പിക്കാനാണ്. ഇടയ്ക്ക് ഞാനങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് അവിടുത്തെ പശുക്കളൊക്കെ വനപ്രദേശത്ത് പോയാൽ മതി. നമുക്ക് വനപ്രദേശത്ത് സഭകളുണ്ട്, വയക്കരയുണ്ട്. കൊക്കാത്തോടിൽ അനുഗ്രഹിക്കപ്പെട്ട സഭയുണ്ടായിരുന്നു, ഇന്നതില്ല. അവിടേക്ക് ആന ഇറങ്ങുന്ന, വന്യമൃഗം ഇറങ്ങുന്ന പ്രദേശമാണ്. അവിടുത്തെ പശുക്കളെ ഒന്നും കയറുകൊണ്ട് കെട്ടത്തില്ല, അഴിച്ചങ്ങ് വിട്ടേക്ക്. അത് വനത്തിൽ പോയി തിന്ന് മേഞ്ഞ് അത് തിരിച്ച് വരുമ്പോൾ ഒരു പൊതു സ്ഥലത്ത്, പാറയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് അത് ഒന്നിച്ചു അവിടെ കിടക്കും. പിന്നെ അപ്പോൾ അവരോരോ ചെന്ന് ഓരോ ഉടമസ്ഥരി എന്ന് അതാതുങ്ങൾക്ക് അവർക്കുള്ളതിനെ പിടിച്ചുകൊണ്ട് വന്ന് ശാലയിൽ കയറ്റും. ഞാൻ പറഞ്ഞത് ഇതുപോലെ തിന്നു മേഞ്ഞ് ഈ പശുക്കൾ പാറപ്പുറത്ത് കിടക്കുമ്പോൾ അതിൻ്റെ അകിട്ടിൽ നിന്ന് പാല് താനെ ഒഴുകിപ്പോകുന്ന അനുഭവം. പിന്നെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ തേൻ ഒഴുകുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പാല് നമുക്ക് മനസ്സിലാക്കാം, തേന്. അത് ഞാൻ പറഞ്ഞു, ഈ കൊക്കാത്തോട്ടിൽ പോയപ്പം അവിടെ ഒരു പോകുന്ന വഴി കാട്ടത്തിപ്പാറ എന്ന് പറയുന്ന, മേളിലോട്ട് നോക്കിയാൽ നോക്കത്താത്തൊരു കൗളും തൂക്ക് കിടക്കുന്ന ഒരു പാറയുണ്ട്. ആ പാറയ്ക്ക് ഒരിക്കൽ മനോരമയ്ക്കകത്തൊരു ഫീച്ചർ വന്നതാ. അതിനകത്ത് ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്തോത്രം. ആ പാറയുടെ പാർശ്വങ്ങളിൽ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ തേനീച്ചകൾ കൂട്ടമായി കൂടുവച്ച് അതിൽ നിന്ന് തേനിങ്ങനെ ഒഴുകി വരുന്നത് നമുക്ക് അന്നെൻ്റെ സംശയം തീർന്നു. ഞാൻ പറഞ്ഞത്, ഈ തേനീച്ചകളുടെ ബഹുത്വം നിമിത്തം മരക്കൊമ്പുകളിൽ കൂടുകൾ കൂട്ടി തേൻ അതിൽ നിന്നെല്ലാം ഒഴുകി വരുന്ന അനുഭവം, അതാ പാലും തേനും ഒഴുകുക എന്ന് പറഞ്ഞാൽ ആ ദേശം അങ്ങനെയുള്ള ദേശമാണ്. അവർ തന്നെ പറഞ്ഞു, അവർ കേട്ടതിനേക്കാൾ വളരെ നല്ല ദേശമാണ്. അത് കഴിഞ്ഞിട്ട് ഒരു എങ്കിലും വന്നു. എങ്കിൽ എന്നുള്ള ഭാഗം ദൈവവചനത്തിൽ ഒത്തിരിയാണ്, അത് പഠിക്കുന്നത് വളരെ നല്ലതാണ്. എങ്കിലും പറഞ്ഞതെല്ലാം ശരിയാ, ഫലം നോക്ക്. പക്ഷേ എങ്കിലും വന്നു. അവിടെയുള്ള ജനം ഭയങ്കര ശക്തര. അവരെ നമുക്ക് ജയിച്ചടക്കുവാൻ കഴിയത്തില്ല. ഇതാണ് ഈ യാത്രയിൽ പലതും അങ്ങ് മറക്കും. ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ മറക്കും. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച വൻകാര്യങ്ങൾ നമ്മൾ മറന്നുപോകും. ഒരിക്കലും മറക്കരുത്. ഇടയ്ക്കിടയ്ക്ക് നയവിറക്കിയേക്കണം. ഒരു പ്രതിസന്ധി വരുമ്പോൾ നാം ബലമാർജിക്കേണ്ടത് കഴിഞ്ഞ നാളുകളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ഭുജമാ വെളിപ്പെട്ടു വരേണ്ടത്. ദൈവമക്കളെ, അവർ പറഞ്ഞു നമുക്കത് ജയിച്ചടക്കാൻ കഴിയത്തില്ല. അനാക്കിന്റെ പുത്രന്മാരെ ഞങ്ങൾ അവിടെ കണ്ടു. അവരുടെ മുന്നിൽ നമ്മൾ വെട്ടുക്കിളി പോലെ തോന്നിപ്പോയി. അവരുടെ വാക്കുകൾ ജനത്തിന്റെ ഹൃദയത്തെ ഇടിച്ചു. അവർ നിലവിളിപ്പാനായി തുടങ്ങി. അവർ മിസ്രൈമിലേക്ക് മടങ്ങി പോകുവാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ആ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തോട് പറ്റി നിന്ന
കാലേബും യോശുവായും. നോക്കിക്കേ 14:7 ഇസ്രായേലിന്റെ സർവ്വസഭയോട് പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ചു നോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്ക് അത് തരും. നമ്മുടെ ചിന്താ വിഷയം എന്ത്? പറ്റിച്ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ പ്രതിസന്ധികളിൽ ഉറപ്പോടെ നിൽപ്പാൻ, ജയത്തോടെ നിൽപ്പാൻ കഴിയത്തുള്ളൂ. നമ്മളെല്ലാം വിശ്വാസികളായ അവിശ്വാസികളാണോ? നമ്മെ വിടിവിച്ചവൻ നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ പണത്തിന്റെ ശ്രേഷ്ഠതയോ, കുടുംബത്തിന്റെ പെരുമയോ, ആരോഗ്യത്തിന്റെ ഔന്നത്യം ഒന്നുമല്ല. നമ്മെ വീണ്ടെടുത്തവൻ ഓരോ സ്ഥാനത്തും നമ്മോട് കൂടെ ഇരുന്ന് അവൻ നമ്മെ നടത്തുവാൻ മതിയായ കർത്താവ്. അവനിലുള്ള ആശ്രയം നാം ഒരിക്കലും കുറച്ചു കളയരുത്. വിഷയങ്ങൾ കടന്നു വരാം, ആ വിഷയത്തിലെല്ലാം നമ്മുടെ കഷ്ടത്തിൽ നമ്മോട് കൂടെ ഇരിക്കുന്നവനാ നമ്മുടെ കർത്താവ്. കഷ്ടത്തിൽ നമ്മെ വിടുവിക്കുന്നവനാ നമ്മുടെ കർത്താവ്. സ്തോത്രം. ഒരിക്കലും നാം മറന്നു പോകരുത്. ആ കർത്താവിനുള്ള ആശ്രയം കുറയ്ക്കരുത്. അവനെ തന്നെ നമുക്ക് ആശ്രയം വയ്ക്കാം. നമ്മുടെ ചിന്താവിഷയം കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കണം. കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുന്നവർക്ക് മാത്രമേ പ്രതിസന്ധികളിൽ ജയത്തോട് നിൽപ്പാനായി കഴിയത്തുള്ളൂ. കർത്താവിനോട് പറ്റിച്ചേർന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഫലം കായ്പാനായി കഴിയത്തുള്ളൂ. സ്തോത്രം. പറ്റി നിന്നാലുള്ള പ്രത്യേകത എന്താ? നാം വായിച്ച 91 സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സ്തോത്രം. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. പറ്റിച്ചേർന്ന് നിന്നാലുള്ള പ്രത്യേകത, അവൻ നമ്മെ എന്ത് ചെയ്യും? വേട്ടക്കാരന്റെ കണിയിൽ നിന്നും, നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. എന്താ പാസ്റ്റർ ഈ വേട്ടക്കാരന്റെ കണി എന്ന് പറയുന്നത്? മനസ്സിലാകുന്നില്ലേ? പറഞ്ഞു തരാം. നമുക്ക് നല്ല പരിചയമുള്ള നമ്മുടെ വീട്, രാവിലെ കതക് തുറന്ന് വെളിയിലോട്ട് ഇറങ്ങി കൊച്ചമ്മ അമ്മ 1-ാമത്തെ സ്റ്റെപ്പ് കണ്ടില്ല, കാലെടുത്ത് വെച്ചത് 2-ാമത്തെ സ്റ്റെപ്പിലോട്ടാ, മറിഞ്ഞടിച്ച് താഴെ കാലേ പൊട്ടല്. ഇതിനാ വേട്ടക്കാരന്റെ കണി എന്ന് പറയുന്നത്. നമ്മെ തകർത്ത് കളയുവാൻ ഉന്നം വെച്ച് ശത്രു നിൽക്കുമ്പോൾ അവന്റെ കണിയിൽ അകപ്പെട്ടു പോകാതെ അവൻ നമ്മെ സൂക്ഷിക്കുന്ന കർത്താവ്. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ പ്രവൃത്തി എത്ര വലുതാ! നമുക്കൊന്നും പറ്റിയില്ലേ എന്ന് ചിന്തിക്കും. ഞങ്ങൾ ഏപ്രിൽ മാസം കോട്ടയത്ത് നമ്മുടെ PMD ചർച്ചിന്റെ ഡിസ്ട്രിക്റ്റിന്റെ ശുശ്രൂഷകന്മാരുള്ള മീറ്റിങ്ങിനുള്ള ബന്ധത്തിൽ ഇവിടുന്ന് രാവിലെ 5 മണിക്ക് ഇറങ്ങി മൂന്നാർ സൂപ്പർ ഫാസ്റ്റിൽ പോവുക. സ്വിഫ്റ്റ് ഫാസ്റ്റ് നിലമേലെത്തിയില്ല, കുളിമാനൂർ അങ്ങോട്ട് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന വഴി ചെറിയ ചാറ്റമഴയുമുണ്ട്. സ്പീഡിൽ പോകുന്ന ബസ് ഡ്രൈവർ ഉറങ്ങിയതാവെന്നോ അറിയത്തില്ല, വലത്തോട്ട് തിരിഞ്ഞു. എതിരെ വന്ന ഒരു ടൂറിസ്റ്റ് ബസ്സുമായി അങ്ങിടിച്ചു. കണ്ണാടിയെല്ലാം പൊട്ടി താഴെ വീണു. ദൈവ കർത്താവ് താകുന്നതേ 2 ബസ്സിലുള്ള ഒരു കുഞ്ഞിനു പോലും ഒരു പോറലുണ്ടായില്ല. ഇതുപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ മല്ലശ്ശേരിയിൽ ശുശ്രൂഷിക്കുമ്പോൾ ഡിസംബറിലെ തണുപ്പ് മാസം, അവിടെ സൺഡേ സ്കൂളൊക്കെ നടത്തണമല്ലോ. ഏർലി ഇൻ ദ മോർണിംഗ് ഇവിടുന്ന് പോവുകയാണ്. 3 മണിക്കൂറത്തെ യാത്ര ഉണ്ടെന്ന്. 3
അടൂരിറങ്ങി അവിടുന്ന് പിന്നെയും 1 മണിക്കൂറത്തെ യാത്രയാണ് അവിടെ എത്തണം. പിന്നെ 2 കിലോമീറ്റർ നടത്തും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ശുശ്രൂഷിച്ചത്. പോകുമ്പോൾ കൊട്ടാരക്കരയ്ക്ക് മുമ്പ് ഒരു ഭയങ്കര ഇറക്കവും ഒരു വളവും എല്ലാം ഉണ്ട്. ആ തണുപ്പത്ത് ഡ്രൈവർ നല്ല മഫ്ലറൊക്കെ ചുറ്റി. അന്നേരം ഇവിടുന്ന് കയറിയപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതത്ര പന്തിയല്ല, അദ്ദേഹം ഈ തണുപ്പത്ത് മഫ്ലറൊക്കെ ചുറ്റി ഇരുന്നാൽ. എന്തായാലും അദ്ദേഹം ഉറങ്ങി. ബസ് ഓടിയ സ്പീഡിൽ ഒരു പാടത്തോട്ടങ്ങ് മറിഞ്ഞു. നിറച്ചാളും. ഞാൻ പറയട്ടെ, ആ നിറച്ച് ബസ്സിൽ ആളുണ്ടായിട്ടും അഗാധത്തിലേക്ക് മറിഞ്ഞെങ്കിലും ഞാൻ ആ ബസ്സിൽ നിന്ന് ആദ്യം വെളിയിൽ വന്നത്. ബസ് മറിഞ്ഞു കിടക്കുക, അതിൻ്റെ വെളി വന്നിട്ട് അടുത്തുള്ള ജനമെല്ലാം മാറത്തടിച്ച് സഹോദരിമാരൊക്കെ അയ്യോ എല്ലാം ചത്തേതും പറഞ്ഞ് കിടന്ന് നിലവിളി കൂട്ടുകയാണ്. ഒരു മനുഷ്യനൊരു പോറൽ വന്നില്ല. ഞാൻ പറഞ്ഞത്, ശത്രു നമുക്കെതിരെ കണികൾ ഒരുക്കും, അവൻ തന്ത്രങ്ങൾ മെനയും. അവൻ്റെ ഹല്ലേലൂയ വേട്ടക്കാരൻ്റെ നാം അറിയാതിരിക്കെ ശത്രു നമ്മുടെ മുന്നിൽ വലകൾ വിരിക്കുമ്പോൾ, കുഴികൾ കുഴിക്കുമ്പോൾ, ആ കുഴിയിൽ അകപ്പെട്ടു പോകാതെ, അവന്റെ വലയിൽ അകപ്പെട്ടു പോകാതെ നമ്മുടെ കാലുകളെ വിടുവിച്ച് നടത്തുന്നവന്റെ ദയ എത്ര വലിയതാണ്. എല്ലാ കണികളിൽ നിന്നും അവൻ നമ്മെ വിടുവിക്കുന്ന കർത്താവാ. അടുത്തത് സ്തോത്രം, നാശകരമായ മഹാമാരിയിൽ നിന്ന് അവൻ നമ്മെ വിടുവിക്കും. സ്തോത്രം. ഈ വചനം ഉള്ള അർത്ഥത്തിൽ അതുപോലെ നമ്മുടേതായിട്ട് അങ്ങ് ഏറ്റെടുക്കണം. പണ്ട് പനി ആരെങ്കിലും പേടിക്കാറുണ്ടോ? ഇപ്പൊ ഒരു ജലദോഷം വന്നാലും പേടിയല്ലേ? ഏത് പനിയാന്നുള്ളതാ ഞാൻ പറഞ്ഞത്. അവിടെ നിന്നെല്ലാം ദൈവം നമ്മെ സൂക്ഷിക്കും. എൻ്റെ ഒരു റിലേഷൻ വീട്ടിന് വെളിയിൽ ഇറങ്ങിയത്തില്ല, ഗേറ്റ് വരെ പൂട്ടി വീട്ടിനകത്താ 2 പേരും, ഭാര്യയും ഭർത്താവും. എങ്ങും പോകത്തില്ല, ആരുമായി ഒരു സംസർഗവുമില്ല. എന്നിട്ട് കോവിഡ് ആ വീട്ടിൽ കയറി. ഞങ്ങളെ വിളിച്ചോടിച്ചു. എഴുന്നേക്കാൻ വയ്യ, ഭയങ്കര കഷ്ടം. കോവിഡാണെന്ന് അറിയത്തില്ല, താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ച് കോസ്മോയിൽ കണ്ടി ചെന്നപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡാ. ഞാൻ പറഞ്ഞത്, ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ തമാശ പറയല്ല, ഒരു ബന്ധുക്കളും വീട്ടിൽ ചെല്ലാറില്ല. ഗേറ്റ് വരെ രാത്രിയും പകലും പൂട്ടിയായിട്ടിരിക്കുന്നത്. എന്നിട്ട് ബന്ധോ വന്നു, കോവിഡ് കയറി. നമ്മളിവിടെ എല്ലാം പോകും. ദൈവം നമ്മെ സൂക്ഷിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞത്, എല്ലാ മഹാമാരിയിൽ നിന്നും അവൻ നമ്മെ വിടുവിക്കും, വിടുവിക്കും, വിടുവിക്കും. അടുത്തത് നാം വായിക്കുന്നത്, അവൻ തൻ്റെ തൂവലുകൊണ്ട് എന്ത് ചെയ്യും? അവൻ നമ്മെ മറച്ചുകൊള്ളും. ആരെ? പറ്റിയിരിക്കുന്ന തൻ്റെ ജനത്തെ തൂവലുകൾ കൊണ്ട്. റാഞ്ചൻ പക്ഷി കാണാതെ വണ്ണം അവൻ നമ്മെ മറച്ച് നടത്തുവാൻ മതിയായ കർത്താവാ. സ്തോത്രം. അടുത്തത്, രാത്രിയിലെ ഭയത്തെയും. പല രോഗവും രോഗമല്ല, ഭയമാണ്. രോഗത്തിൻ്റെ ആരംഭം വേണ്ടാത്ത ചിന്തകൾ, ആകുലങ്ങൾ, ഭയങ്ങൾ വരുത്തി സ്തോത്രം നമ്മെ രോഗികളായി പിശാച് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം എന്തു പറയുന്നു? രാത്രിയിലെ ഭയത്തെ നിനക്ക് ഭയപ്പെടുവാനില്ല. സ്തോത്രം. അപ്പം ആദ്യം പിശാച് ഇരുട്ട് കൊണ്ടുവരും, അതിൽ കൂടി ഭയം കൊണ്ടുവരും. ഈ ഭയത്തിൻ്റെ ഒക്കെ അനുഭവങ്ങൾ പലതാ, ഭയങ്കരമാണ്. നേരം വെളുത്താൻ പറയും രാത്രിയാകണം, നേരം രാത്രിയായ പറയും നേരം വെളുക്കണം. വല്ല അനുഭവിച്ചിട്ടുണ്ടോ ഇത് വല്ലതും? ഈ കഷ്ടത്തിന്റെ എല്ലാ അനുഭവത്തിൽ കൂടി ഒരു സമയത്ത് ഞാൻ കടന്നു പോകേണ്ടി വന്നു. ലോകത്തിലുള്ള സകല മനുഷ്യരും എഴുതി, പാപ്പച്ചന് ഈ ലോകത്തിൽ ജീവിക്കത്തില്ല.
എൻ്റെ ബന്ധുക്കൾ കോതിയിൽ നിന്ന് എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, പാപ്പ ശരി അങ്ങ് കോതി കൊണ്ടുപോവാ, ശവമെങ്കിലോ ഞങ്ങൾക്ക് കാണാൻ. ദൈവമക്കളെ, ശത്രു ഭയം കൊണ്ടുവന്നാൽ ഭയങ്കരമാണ്. അതുകൊണ്ട് ഇവിടെ എന്താ പറയുന്നത്? രാത്രിയിലെ ഭയത്തെ നിനക്ക് പേടിപ്പാനില്ല. പകൽ പറക്കുന്ന അസ്ത്രങ്ങളെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നിനക്ക് പേടിപ്പാനില്ല. സ്തോത്രം. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരത്തില്ല. എന്തുകൊണ്ടാണ് അടുത്തു വരാത്തത്? അതിൻ്റെ 11ാമത്തെ വാക്യം നമ്മൾ നന്നായി അത് കേൾക്കണം. നമ്മുടെ എല്ലാ വഴികളിലും നമ്മെ കാക്കേണ്ടതിന് നമ്മെ കുറിച്ച് ദൈവം തന്റെ ദൂതനോട് കൽപ്പിച്ചിരിക്കുകയാണ്. Praise the Lord. Hallelujah. നാം കർത്താവിന് വിലപ്പെട്ടവരാ, നാം മാന്യരാ. നമ്മെ കാക്കുവാൻ, നമ്മെ സൂക്ഷിക്കുവാൻ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും ദൈവം തന്നെ ദൂതനോട് കൽപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അവന്റെ വിശ്വസ്തത എത്ര വലുതാ. ഹല്ലേലൂയ. അടുത്തത് സ്തോത്രം. അതിന്റെ 10ാം വാക്യം, ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. സ്തോത്രം. സമയം പോയല്ലോ. എലീശായെ ഒരു സമയത്ത് വളരെ പ്രതിസന്ധിയിലായി. ആരാൻ രാജാവ് അദ്ദേഹത്തിന്റെ യുദ്ധതന്ത്രങ്ങളൊന്നും ഇസ്രായേലിനെതിരെ ഫലിക്കാതെ വന്നപ്പോൾ ഇതിന് കാരണക്കാരൻ ആരെന്ന് ചോദിച്ചു. ആരാ ചാരന്മാര്? ഉടനെ അതിപ്രഭുക്കന്മാരിൽ ശ്രേഷ്ഠം പറഞ്ഞു, രാജാവെ കാര്യം അങ്ങനൊന്നുമല്ല. രാജാവേ, അങ്ങ് ശയനഗ്രഹത്തിൽ സംസാരിക്കുന്നത് യഹോവയായ ദൈവം അപ്പോൾ എലീശായ്ക്ക് പ്രവാചകന് വെളിപ്പെടുത്തി കൊടുക്കും. അത് ശമരിയ രാജാവിനോട് പറയുമ്പോൾ രാജാവിന്റെ ദുഷ്ടതന്ത്രങ്ങളിൽ നിന്ന് അവനും അവന്റെ ജനവും വിടുവിക്കപ്പെടുവാനിടയായിത്തീരുന്നു. സ്തോത്രം. ഉടനെ രാജാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇവരെ നമുക്ക് പിടിക്കണം, എലീശായെ പിടിക്കണം. ശക്തിയുള്ള രഥങ്ങളെയും കുതിരകളെയും സൈന്യത്തെയും അയച്ചു. പാർക്കുന്ന ആ പട്ടണത്തിന് മല മുഴുവനും ശത്രു സൈന്യത്തെ കൊണ്ട് നിറഞ്ഞു. തൻ്റെ ദാസനായ ഗേഹസി രാവിലെ വീട്ടിന് മുറ്റത്തിറങ്ങിയപ്പോൾ സാരാം സൈന്യം ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയാ. അയ്യോ യജമാനനെ എന്ന് പറഞ്ഞവനകത്തോട്ട് കയറി. ഉടനെ എലീശ പ്രവാചകൻ ദൈവത്തോട്, ദൈവമേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണിനെ ഒന്ന് തുറക്കണമേ. ശക്തിയുള്ള രഥങ്ങളും കുതിരകളും സൈന്യവും ഭക്തനായി എലീശ പാർക്കുന്ന വീടിനോട് തൊടാതെ വണ്ണം അഗ്നിമയമായ രഥങ്ങളെയും കുതിരകളെയും കൊണ്ട് സ്തോത്രം ആ സ്ഥലത്തെ ദൈവം കാവൽ ചെയ്തെങ്കിൽ നമ്മൾ പാർക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിന്റെ കാവലുണ്ട്. നമ്മുടെ യാത്രയിൽ ദൈവത്തിന്റെ കാവലുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആയിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ സൂക്ഷിപ്പുണ്ട്. നാം അവിടെ വായിക്കുന്നത് സ്തോത്രം, നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. ബാലസിംഹങ്ങളെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. ആ ബലമോ അവൻ നമുക്ക് തരുന്നത്. സ്തോത്രം. ഈ ബലമോ ദാവീദിന്റെ മേൽ പകർന്നത്. എതിരായി വന്ന സിംഹത്തെയും കരടിയെയും വലിച്ചു കീഴത്തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവന്റെ മേൽ പകർന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുതല രാത്രിയായി മാറുവാൻ
എല്ലാ ശത്രുവിന്റെ കെട്ടുകൾ നമ്മെ വിടുവിപ്പാൻ. ഹല്ലേലൂയ. വിധേയാക്കട്ടെ. സ്തോത്രം. ദൈവമക്കളെ, അതുകൊണ്ട് നമുക്ക് കർത്താവിൽ പൂർണ്ണമായി പറ്റുന്നേക്കാം. പക്വതയുടെ പ്രത്യേകതകളാ നമ്മൾ ചിന്തിച്ചു വന്നത്. ഇനിയും പറ്റി നിന്നാതെ മാറിയാലോ? അതുകൂടെ ചിന്തിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സമയം പോയല്ലോ. അകലം വന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 54-ാമത്തെ വാക്യം നാം വായിക്കുന്നത് പത്രോസിനെ കുറിച്ച്, ശീമോൻ പത്രോസിനെ കുറിച്ച്. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും എന്ന് സാക്ഷ്യം പറഞ്ഞവൻ. കർത്താവ് റോമൻ പട്ടാളത്തിന്റെ കൈ കീഴിൽ പിടിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ, അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്നറിഞ്ഞപ്പോൾ, എല്ലാവരും പത്രോസും യേശുവിനെ അകലം വിട്ട് അനുഗമിപ്പാനിടയായി തീർന്നു. അകലം വന്നു. ഇത്രയും മതി. സംഭവിച്ചതെന്ത്? ഒരു കൊച്ചു ബാല്യക്കാരത്തിയുടെ മുന്നിൽ അവൻ പറഞ്ഞു, യേശുവിനെ ഞാൻ അറിയുന്നില്ല, മനുഷ്യനെ എനിക്കറിയത്തില്ല. പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. പത്രോസിന്റെ കാര്യമാണ് പറഞ്ഞത്. ചേർന്ന് നിൽക്കേണ്ടവൻ അകന്നു മാറിയപ്പോൾ അവന്റെ ഗുരുവും കർത്താവുമായവനെ അവൻ തള്ളി പറയുവാനിടയായി തീർന്നു. ദൈവമക്കളെ, കഴിഞ്ഞ നാളത്തേക്കാൾ പ്രതികൂലങ്ങൾ ദൈവമക്കൾ കയറി വരികയാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും പലയിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രതിസന്ധിയുടെ നടുവിൽ നാം കർത്താവിന് വേണ്ടി നിൽക്കും. വലിയ ചോദ്യമായത്, അകൽച്ച വന്നാൽ നിസ്സാരമായ ഒരു വിഷയത്തിന് മുന്നിൽ നാം അവനെ തള്ളിക്കളയും. അടുത്തത് മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 10-ാമത്തെ വാക്യം. തൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ ഇസ്കരിയോത്ത യൂദ, അവൻ വളരെ വിശ്വസ്തനായിരുന്നു കേട്ടോ. ഒരു കുഴപ്പമുള്ള വ്യക്തിയായിരുന്നില്ല. വളരെ വിശ്വസ്തന്മാരെ അല്ലയോ പണസഞ്ചി ഏൽപ്പിക്കുന്നതേ, വിശ്വസ്തന്മാരെയാ. എന്നാൽ അവൻ യേശുവിനോട് കൂടെ നടന്നവൻ, ഇതെല്ലാം സൂക്ഷിച്ചവൻ. അവൻ യേശുവിനെ വിട്ടകലുവാൻ ഇടയായി തീർന്നു. അന്ത്യത്താഴത്തിൽ പെസഹാചരിച്ച് അപ്പക്കഷണം വാങ്ങി ഭക്ഷിച്ച് അവൻ ഇരുട്ടിലേക്ക് പറഞ്ഞു. യേശുവിൽ നിന്ന് അവൻ അകന്നു പോയി. സംഭവിച്ചത്, വെറും 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുപ്പാൻ ഇടയായി തീർന്നു. യേശു ഒരു വിൽപ്പന ചരക്കായി മാറി. ശുശ്രൂഷ ഒരു വിൽപ്പന ചരക്കല്ല. പണം കൂടുതൽ കിട്ടുന്നിടത്ത് പോകുന്നതല്ല ശുശ്രൂഷ. സൗജന്യമായ അർഹതയില്ലാത്ത സ്ഥാനത്ത് അവൻ നമുക്ക് ശുശ്രൂഷ പകർന്നു തന്നെങ്കിൽ ഒരു പ്രതിഫലയിച്ചയില്ലാതെ നൽകി കൊടുക്കുവാൻ നാം കടംപെട്ടവരാ. ലോകത്തോടല്ല നമുക്ക് ബാധ്യതയുള്ളത്, ശുശ്രൂഷ ഏൽപ്പിച്ച കർത്താവിനോടാ. അവൻ നമ്മെ പുലർത്തും, അവൻ നമുക്ക് വേണ്ടതെല്ലാം നൽകി തരും. അവൻ ആർക്കും കടക്കാരനല്ല. നമ്മുടെ ഡൽഹി പാലത്തെ ശുശ്രൂഷിക്കുന്ന ഒരു കർത്തൃദാസനാം ബിനു ജോൺ, അദ്ദേഹം ഇവിടുത്തെ മിനിസ്ട്രിയൽ ബോഡി മീറ്റിങ്ങിൽ ഇന്ന് പകൽ ഞങ്ങൾ ഒന്നിച്ച സഭായോഗം കൂടിയത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മാസം 20,000 രൂപ ഹോളിൻ്റെയും തൻ്റെയും താമസ സൗകര്യ സ്ഥലത്തെയും കൂടെ 20,000 രൂപ റെൻറ്റ് കൊടുക്കണം. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. 18 വർഷമായി ശുശ്രൂഷയിൽ. ഇതുവരെ എൻ്റെ കർത്താവ് എനിക്കൊരു കുറവും വരുത്തിയിട്ടില്ല. നാം വിശ്വസ്തയോട് കർത്താവിനെ സേവിക്കുമ്പോൾ
കർത്താവ് നമ്മെ പുലർത്തുവാൻ അവൻ വിശ്വസ്തനായി മതിയായവനായി നമ്മോട് കൂടെയുണ്ട്. നോക്കിക്കേ, ദ്രവ്യാഗ്രഹം വന്ന് ദ്രവ്യാഗ്രഹത്തിൻ്റെ പുറകെ പോയി നാഥനും കർത്താവുമായവനെ വെറും 30 വെള്ളിക്കാശിന് അവൻ ഒറ്റിക്കുടിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഒരു കൊച്ചു ചിന്ത, നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവിനോട് വേർതിരിക്കൂടാതെ വണ്ണം പറ്റിച്ചേർന്ന് ഈ മരുപ്രവാസം കഴിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന അതിന് കാരണമായി തീരട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും.